അഖിലേന്ത്യാ സെക്രട്ടറിക്ക്. തന്ത എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അർത്ഥം തേരാ ബാപ്പ് എന്നാണ്. ആ പ്രയോഗം അർഹനാണോ ഇദ്ദേഹം? നിങ്ങളോടൊപ്പം നിന്ന ആളുകൾ, പ്രവർത്തിച്ച ആളുകൾ, അവർക്കെതിരായി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? എന്റെ രാഷ്ട്രീയത്തെ എതിർക്കുക, ഞങ്ങളുടെ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക മാത്രമല്ല, എന്റെ സഹോദരി മരിച്ചു എന്ന് എഴുതി. ആ മരണത്തിന് കാരണക്കാരാണ് ഞാനാണെന്ന് ദേശാഭിമാനം എഴുതി. ഞാൻ LDF-നുള്ള ഘട്ടത്തിലാണ്. അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ സഹോദരി എന്നെ തുടർന്ന് കേട്ടാ ഞാൻ മരിച്ചു എന്ന് എഴുതി. ഞാൻ ആരെഴുതി? ദേശാഭിമാനം എഴുതി. ഞങ്ങൾ നേരറിയാം, നേരത്തെ അറിയാം, അതുകൊണ്ട് എഴുതിയതായിരിക്കാം. അവളുടെ ഭർത്താവിന്റെ പടം മാറ്റിക്കൊടുത്തു. ദേശാഭിമാനെ പിന്നീട് ആ സീരിയൽ നിർത്തി. സീരീസ് എന്നോട് ഖേദപ്രകടനം നടത്തി. എന്റെ സഹോദരി മരിച്ചുപോയി. അവരെ കുറിച്ച് പറഞ്ഞ വാക്ക് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെല്ലാം പദപ്രയോഗങ്ങൾ നടത്തി. അവർക്ക് 1965 മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ ജയിലിലായിരുന്ന കാലം അവർ നന്ദിയെ കുറിച്ച് പറയാനാണ് എന്ന് പറയുന്നത്. അന്ന് ചൈനീസ് ചാരന്മാരാണ് എന്ന് ആരോപിച്ച് എല്ലാവരും ജയിലിൽ. അന്ന് EMS-ഉം AKG-യും അടക്കം കുറച്ച് നേതാക്കൾ മാത്രം പുറത്ത്. CPI അടക്കമുള്ള പാർട്ടികൾ, RSP അടക്കമുള്ള പാർട്ടികൾ അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ഇല്ല. അത് AKG എന്നോടും എന്റെ പാർട്ടിയുടെ നേതാവായ അരവിന്ദ് ശ്രീധരനോടും പറയും, നിങ്ങളൊന്ന് വരുമോ പ്രസംഗിക്കാൻ? ഞങ്ങൾ അന്ന് നടന്ന് പ്രസംഗിച്ചു. കരിവണ്ണൂരിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കേരളത്തിലുടനീളം നടന്നു. ഓച്ചിയത്ത്, പുന്നപ്രവയലാറിൽ ഞങ്ങൾ പോയി പറഞ്ഞു, ഈ മണ്ണിന്റെ ചുവട്ടിൽ കളിക്കുന്ന സഖാക്കളെ, നിങ്ങൾക്ക് ശബ്ദവും നാവുമില്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇന്ന് മണ്ണിന്റെ ചുവട്ടിൽ രക്തസാക്ഷികളായി കിടക്കുന്നത് മണ്ണിന് വേണ്ടി പോരാടിയതിന്റെ കൂടെ നിന്നിട്ടാണ്. ഞങ്ങളുടെ നിങ്ങളുടെ ശബ്ദമായി ഇവിടെ ഹൃദയം തൊട്ട് ആത്മാവിനെ തൊട്ട് പ്രസംഗിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. അന്ന് പലരും ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ. അടിയന്തരാവസ്ഥയിൽ എത്രയോ വർഷത്തെ ബന്ധം, 40 വർഷത്തെ ബന്ധം. ഹലോ, തുടങ്ങി വീരേന്ദ്രകുമാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അലിണ്ട് ഇവിടെ ഉണ്ട്. ഇല്ല, വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യണം. പിന്നെന്താ ഉള്ളിക്ക് ചെല്ലാൻ പറ്റണല്ലോ ഉള്ളിക്ക് തന്നെ. ശരി, ഒരു കാലഘട്ടത്തിൽ അധ്വാനിക്കുന്നവരുടെ പാർട്ടി, മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പോരാടിയ പാർട്ടി. അന്നൊക്കെ ചെങ്കൊടി പിടിച്ച് പ്രകടനം നടക്കുന്നത് കണ്ടാൽ ആവേശം കൊള്ളുമായിരുന്നു സോഷ്യലിസ്റ്റുകാരൊക്കെ ഞങ്ങൾ കൂടെ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുത്ത കാലഘട്ടത്തിലായി പാർട്ടി എവിടെ? ഈ പാർട്ടി ആരുടെ കൂടെ? ഈ പാർട്ടി ഭൂമാഫിയുടെ കൂടെയാണ്. ഈ പാർട്ടി കോർപ്പറേറ്റ് കുത്തകളുടെ കൂടെയാണ്. ഈ പാർട്ടി അടിസ്ഥാന വർഗം ആരാണെന്ന് അറിയില്ല ഇപ്പോൾ. അവരെല്ലാം ഇന്ന് വലിയ വലിയ കുത്തകക്കാർ സുഹൃത്തുക്കളായി മാറിയപ്പോ സാധാരണക്കാരനെ പറഞ്ഞു. അട്ടപ്പാടിയിൽ ഞങ്ങൾ പോയി. അട്ടപ്പാടിലെ ആദിവാസികളുടെ ഭൂമി 10-45-50 വർഷമായി കൈവശം വെച്ചിരുന്ന ഭൂമി സുസ്ലോൺ കമ്പനിക്ക് വേണ്ടി തട്ടിയെടുത്തു. നരസിംഹം എന്ന പ്രദേശത്തെ വില്ലേജ് ആക്കി മാറ്റി. ആ കഥകൾ മുഴുവൻ ഞങ്ങൾ പറയുന്നത് രജിസ്ട്രേഷന് വേണ്ടി എല്ലാ കൃത്രിമങ്ങളും കാണിച്ചു. ആദിവാസികൾക്ക് ഭൂമിയില്ല. സുസ്ലോൺ കമ്പനി തട്ടിയെടുത്ത ഭൂമി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആ സമരഭൂമിയിൽ ആദ്യം കാണുന്നത് മാർക്സിസ്റ്റുകളെയാണ്. ഞങ്ങളതിനെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം രാജാവിന്റെ കൊട്ടാരമടപ്പിൽ AKG ചാടിക്കയറിയപ്പോൾ അത്ഭുതത്തോടുകൂടി നോക്കുന്ന സഖാക്കളാണ് ഞങ്ങളൊക്കെ. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പോരാടിയവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ആവേശം കൊണ്ടവരാണ് ഞങ്ങളൊക്കെ.
ആയിരക്കണക്കിന് പാർട്ടി മരിച്ചുപോയി. ഇന്ന് അട്ടപ്പാടിയിൽ പിണറായി വിജയനെ കണ്ടില്ല, ഉമ്മൻചാണ്ടിയെ കണ്ടു, രമേശ് ചെന്നിത്തലയെ കണ്ടു. അവരൊക്കെയാണ് ഞാൻ കണ്ടതല്ലേ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടെ പ്രമേയം പാസാക്കി. സ്വിസ്ലോൺ കമ്പനി ഭൂമി വാങ്ങിയത് ശരിയാണ്. അടിച്ചു പുറത്താക്കുന്നത് ആദിവാസികളെയാണ്. ലേഖനയുടെ പാർട്ടി, അഴീക്കോടൻ രാഘവന്റെ പാർട്ടി, CH കനാരന്റെ പാർട്ടി, ആരുടെ പാർട്ടി? സ്വിസ്ലോൺ കമ്പനിയുടെ പാർട്ടിയാണ്. മുന്നാറിൽ പോയി, ഞാൻ അഹിന്ദകൾ പറയുന്നില്ല, മുന്നാറിൽ ചിന്നക്കനാലിന്റെ സ്ഥലമുണ്ട്, ജോർജിനറിയാം. അവിടെ ഒരു സെന്റ് ഭൂമിക്ക് 20-25 ലക്ഷം രൂപ വിലയുണ്ട്. ഞാനിവിടെ പോയപ്പോൾ കുറെ ചുവന്ന കൊടി കണ്ടു. കൊടി കുത്തി ആദിവാസികൾ കാണാനില്ല. അത് കുത്തിച്ച നേതാവ് അവിടെ ഉണ്ടായിരുന്നു. 3,000 ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആൽബീൻ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. 10 വർഷം